ആശുപത്രി ബില്ലുകളും ഇൻഷുറൻസ് ക്ലെയിമുകളും ചിലപ്പോഴെങ്കിലും നമുക്കൊരു തലവേദനയാകാറുണ്ടല്ലേ? പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും തർക്കങ്ങൾ വരുമ്പോൾ. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ മെഡിസെപ്റ്റ് ഫേസ് 2-ൽ വളരെ കൃത്യമായ ഒരു പരാതി പരിഹാര സംവിധാനമുണ്ട്. അതേക്കുറിച്ചുള്ള ഈ വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നതിനായുള്ള പടവുകൾ നമുക്കൊന്ന് കയറി നോക്കാം. വളരെ ലളിതമാണ് കാര്യങ്ങൾ. ഇവിടെ നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ ഊഹിച്ചു പറയുകയല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 2026 ഫെബ്രുവരി 2-ന് ഇറങ്ങിയ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവിനെ അടിസ്ഥാനമാക്കിയാണ്. ആശുപത്രിയിലെ ചികിത്സ നിഷേധിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കവറേജ് ലഭിക്കാതെ വന്നാലോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. തികച്ചും ആധികാരികമായ ഒരു രേഖയാണിത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയങ്ങൾ. ആദ്യം ഈ പരാതി പരിഹാര സംവിധാനം എന്താണെന്ന് നോക്കാം. പിന്നെ ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ആദ്യ ഇടപെടൽ, ശേഷം ജില്ലാതല സമിതികൾ, സംസ്ഥാന സമിതികളും അവസാന അപ്പീലുകളും, പിന്നെ ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയപരിധികളും. താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി ഏറ്റവും മുകളറ്റം വരെ ഈ പടവുകൾ നമുക്കൊന്ന് വേഗത്തിൽ കയറാം. ശരി, നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഈ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ കർശനമായ ഒരു നിയമമുണ്ട്. നിങ്ങൾക്ക് എന്തു പരാതിയുണ്ടെങ്കിലും അത് മെഡിസെപ്പ് വെബ് പോർട്ടൽ വഴി മാത്രമേ നൽകാൻ പാടുള്ളൂ. അത് നേരിട്ട് കൊണ്ടുപോയി കൊടുത്താലോ തപാലിൽ അയച്ചാലോ ഒന്നും അവർ സ്വീകരിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെബ് പോർട്ടൽ വഴിയാകുമ്പോൾ നിങ്ങളുടെ പരാതികൾക്ക് കൃത്യമായ ഒരു ഡിജിറ്റൽ രേഖ ഉണ്ടാകുന്നുണ്ട്. ഫയലുകൾ എവിടെയും കാണാതാവില്ല എന്ന് മാത്രമല്ല, ആർക്കും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും കഴിയില്ല. ഇനി നമുക്ക് ഇതിന്റെ ആദ്യത്തെ പടിയിലേക്ക് വരാം. അതായത് ഇൻഷുറൻസ് കമ്പനിയുമായുള്ള നിങ്ങളുടെ ആദ്യത്തെ ഇടപെടൽ. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണല്ലോ ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പരാതി അവരോടാണ് പറയേണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു നമ്പറുണ്ട്, 30. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി കൃത്യം 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആദ്യത്തെ പരാതി നൽകിയിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അവരത് സ്വീകരിക്കില്ല. പ്രശ്നങ്ങൾ അനന്തമായി നീണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കർശനമായൊരു സമയപരിധി വച്ചിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങളുടെ ID കാർഡിലുള്ള ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റിലെ ഗ്രീവൻസ് ലിങ്ക് വഴി പരാതി നൽകുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യുണീക്ക് ടിക്കറ്റ് ID കിട്ടും. ഇതൊരു സാധാരണ നമ്പറല്ല കേട്ടോ. ഇത് നിങ്ങൾ നിർബന്ധമായും സൂക്ഷിച്ചു വെക്കണം. കാരണം ഈ ടിക്കറ്റ് ID ഇല്ലാതെ നിങ്ങൾക്കിതിൻ്റെ അടുത്ത പടവുകളിലേക്ക് പോകാനേ കഴിയില്ല. ഇതിൻ്റെ തീരുമാനമൊക്കെ സുതാര്യമായി പോർട്ടൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഇൻഷുറൻസ് കമ്പനിയുടെ മറുപടിയിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? അതാണ് നമ്മുടെ അടുത്ത പടി, ജില്ലാതല സമിതികൾ. ഇതെങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ കൃത്യമായൊരു ഘടനയാണിത്. ആദ്യം ഇൻഷുറൻസ് കമ്പനി, അവിടെ പരിഹാരമായില്ലെങ്കിൽ ജില്ലാ സമിതി, അതും പോരെങ്കിൽ സംസ്ഥാന സമിതി, പിന്നെ ഏറ്റവും ഒടുവിൽ അപ്പലറ്റ് അതോറിറ്റി. ഇങ്ങനെ പടിപടിയായാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ജില്ലാതല സമിതിയിലെ ആരൊക്കെയുണ്ടെന്നറിയാമോ? ADM ആണ് ഇതിന്റെ കൺവീനർ. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസറാണ് കോഓർഡിനേറ്റർ. ഈ പ്ലാനിംഗ് ഓഫീസറാണ് മെഡിസെപ്പ് പോർട്ടലിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകം ഓർക്കണം. ഇതിനു പുറമെ DMO, IMA പ്രതിനിധി, ഇൻഷുറൻസ് പ്രതിനിധി എന്നിവരുമുണ്ടാകും. ചുരുക്കത്തിൽ പരാതികൾ കൃത്യമായി പഠിക്കാൻ കഴിയുന്ന വളരെ സന്തുലിതമായ ഒരു സമിതിയാണിത്. ഇവിടെയും ആ 30 എന്ന മാന്ത്രിക സംഖ്യ വീണ്ടും കടന്നുവരുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനിയുടെ തീരുമാനത്തിൽ നിങ്ങൾക്ക് അതൃപ്തിയുണ്ടെങ്കിൽ 30 ദിവസത്തിനകം ജില്ലാ സമിതിക്ക് അപ്പീൽ നൽകാം. പരാതി കിട്ടി 30 ദിവസത്തിനകം അവരുടെ പ്രതിമാസ യോഗത്തിൽ സമിതി ഒരു തീരുമാനമെടുക്കുകയും ചെയ്യും. കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ ഈ 30 ദിവസം എന്ന സമയപരിധി വലിയൊരു അനുഗ്രഹമാണല്ലേ? ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 30 ദിവസം കാത്തിരിക്കാൻ പറ്റാത്ത ചില അത്യാവശ്യ ഘട്ടങ്ങളുണ്ടാകുമല്ലോ. അതെ, രോഗിയുടെ ജീവനോ ആരോഗ്യത്തിനോ അടിയന്തര ശ്രദ്ധ ആവശ്യമുണ്ടെങ്കിൽ കേവലം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ജില്ലാ സമിതി തീരുമാനമെടുത്തിരിക്കണമെന്ന് വളരെ കർശനമായ നിർദ്ദേശമുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള കാലതാമസം ഒഴിവാക്കാൻ ഇതൊരു മികച്ച ചുവടുവയ്പ്പാണ്. ഇനി നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയതെങ്കിലോ? അതിനും വ്യക്തമായ ഒരു മാർഗമുണ്ട്. അത്തരം പരാതികൾ നേരിട്ട് തിരുവനന്തപുരം ജില്ലാ സമിതിക്കാണ് സമർപ്പിക്കേണ്ടത്. ജില്ലാ സമിതിയുടെ തീരുമാനത്തിലും പരിഹാരമായില്ലെങ്കിലും നമുക്ക് അടുത്ത പടിയിലേക്ക് പോകാം, സംസ്ഥാനതല സമിതികളും അവസാന അപ്പീലുകളും. ഇതാണ് സംസ്ഥാനതല സമിതി അഥവാ SGRC. ഇവിടെ ഉദ്യോഗസ്ഥരുടെ നിരയൊന്നു മാറും. ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിൽ വരുന്നത്. ഫിനാൻസ് അല്ലെങ്കിൽ ഹെൽത്ത് അഡീഷണൽ സെക്രട്ടറിയാണ് ഇതിന്റെ കൺവീനർ. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ജോയിന്റ് ഡയറക്ടറായിരിക്കും കോർഡിനേറ്റർ. പിന്നെയുമുണ്ട് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ. അപ്പോൾ സംസ്ഥാന തലത്തിൽ നിങ്ങളുടെ പരാതികൾ കുറച്ചുകൂടി ഗൗരവമായി പരിഗണിക്കപ്പെടുന്നു എന്ന് ചുരുക്കം. അങ്ങനെ നമ്മൾ ഈ പടവുകളുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്, അപ്പലേറ്റ് അതോറിറ്റി. സംസ്ഥാന സമിതിയുടെ തീരുമാനത്തിനെതിരെയുള്ള നിങ്ങളുടെ അവസാനത്തെ ആശ്രയമാണിത്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അപ്പലേറ്റ് അതോറിറ്റിയായി പ്രവർത്തിക്കുന്നത്.
സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ നേരിട്ടിതിൽ അന്തിമ തീരുമാനമെടുക്കുന്നു എന്നത് എത്ര വലിയ ആശ്വാസമാണ്. ഇതിലെ ഔദ്യോഗിക രേഖയിലുള്ളൊരു വാചകം ഞാൻ അതുപോലൊന്ന് വായിക്കാം. ഫൈനൽ ആൻഡ് ബൈൻഡിംഗ് ടു ഓൾ ദി പാർട്ടീസ്. അതായത് അപ്പലേറ്റ് അതോറിറ്റിയുടെ തീരുമാനം അന്തിമമാണ്. അതെല്ലാവർക്കും ബാധകമായിരിക്കും. ഇതിനു മുകളിൽ ഇനി നിങ്ങൾക്ക് മറ്റൊരു അപ്പീലിന് പോകാൻ കഴിയില്ല. ആ വാചകത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ പൂർണ്ണമായ അധികാരവും ഗൗരവവും. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഈ സംവിധാനത്തെ കൃത്യമായി നിലനിർത്തുന്ന കർശനമായ സമയപരിധികളും നിയമങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ആ 30 എന്ന സംഖ്യ അവസാനമായി ഒരിക്കൽ കൂടി ഇവിടെ വരികയാണ്. സമിതികൾ നൽകുന്ന ഉത്തരവുകൾ 30 ദിവസത്തിനകം ഇൻഷുറൻസ് കമ്പനി നിർബന്ധമായും നടപ്പിലാക്കിയിരിക്കണം. അവർക്ക് ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനോ വൈകിപ്പിക്കാനോ കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ഇൻഷുറൻസ് കമ്പനി ഈ ഉത്തരവുകൾ പാലിച്ചില്ലെങ്കിൽ അവർക്ക് വലിയ സാമ്പത്തിക പിഴ ഒടുക്കേണ്ടി വരും. അതും നോട്ടീസ് ലഭിച്ച് 45 ദിവസത്തിനകം തന്നെ അടച്ചിരിക്കണം. ഇതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ അസിസ്റ്റന്റ് മാനേജർമാരുമുണ്ടാകും. ഇതിനു പുറമെ എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളുണ്ടായാൽ അത് കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ അധികാരം തിരുവനന്തപുരം സിവിൽ കോടതികൾക്ക് മാത്രമായിരിക്കും. ഗുണഭോക്താക്കളെ സംരക്ഷിക്കാൻ നിയമങ്ങൾ എത്ര കർശനമായാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കൂ. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നാളെ ഒരു മെഡിക്കൽ തർക്കമുണ്ടായാൽ മെഡിസെപ്പ് ഫേസ് 2ന്റെ ഈ പടവുകൾ കയറാനും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നിങ്ങളിപ്പോൾ സജ്ജരല്ലേ? പരാതികൾ വെബ് പോർട്ടൽ വഴി മാത്രം നൽകണമെന്ന കാര്യവും ആ 30 ദിവസത്തെ സമയപരിധിയും എപ്പോഴും ഓർക്കുക. കൃത്യമായ അറിവുണ്ടാകുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.